നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ CPM ട്രാപ്പിലാക്കി. ചീഫ് സെക്രട്ടറിയെയാണ് CPM കരിവാക്കിയത്. ഇതോടെ പുത്തരിയിൽ കല്ല് കടിച്ചു. വി.ഡി. സതീശൻ ചീഫ് സെക്രട്ടറിയുടെ ട്രാപ്പിൽ വീണതിലാണ് മന്ത്രിമാർക്ക് അമർഷം. സഹമന്ത്രിമാർ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയെങ്കിലും മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ കട്ടക്കലിപ്പിലാണ്. RDO നവീൻ ബാബുവിന്റെ കൊലപാതക കേസിലെ വില്ലനെന്ന ആരോപണമുയർന്ന അരുൺ K. വിജയനെ തന്റെ വകുപ്പിൽ നിയമിച്ചതിലാണ് P.K. കുഞ്ഞാലിക്കുട്ടിക്ക് കലിപ്പ്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഈ സ്ഥലം മാറ്റം റദ്ദാക്കും. ചീഫ് സെക്രട്ടറിയെ കുഞ്ഞാലിക്കുട്ടി വലിച്ചുകീറും. ഇത്തരം സങ്കീർണതകൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രിക്ക് സ്നേഹബുദ്ധിയ നൽകും. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ യു ഗേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആക്കിയതും ചീഫ് സെക്രട്ടറിയുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. ഇതാണ് അനാവശ്യ വിവാദങ്ങൾക്ക് കാരണമായത്. സംസ്ഥാനത്തെ IAS തലപ്പത്ത് നടത്തിയ വൻ അഴിച്ചുപണിയിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ UDF മന്ത്രിമാർക്കിടയിൽ കടുത്ത അതൃപ്തി പുകയുന്നു. 6 ജില്ലാ കളക്ടർമാരടക്കം 15 മുതിർന്ന ഉദ്യോഗസ്ഥരെയാണ് കഴിഞ്ഞ ദിവസം മാറ്റി നിയമിച്ചത്. വകുപ്പ് മന്ത്രിമാരുമായി യാതൊരുവിധ ആശയവിനിമയം നടത്താതെയാണ് ഈ തീരുമാനമെടുത്തതെന്നാണ് പ്രധാന പരാതി. വ്യവസായ വകുപ്പ് ഡയറക്ടറെ മാറ്റിയത് മന്ത്രി അറിഞ്ഞിട്ടില്ലെന്ന് ലീഗുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് ഇത് ആഭ്യന്തര കാര്യമാണെന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞുമാറി. കുഞ്ഞാലിക്കുട്ടി ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും സർക്കാരിനെതിരെ സംസാരിക്കില്ല. അത് അദ്ദേഹത്തിന്റെ ഔന്നത്യം. ചില കളക്ടർമാരെ മാറ്റിയത് റവന്യൂ മന്ത്രിയുടെ അറിവില്ലാതെയാണെന്നതാണ് ലഭിക്കുന്ന വിവരം. കൊല്ലം കളക്ടറുടെ നിയമനത്തിൽ മന്ത്രി ഷിബു ബേബി ജോൺ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ MD-യുടെ നിയമനം ജലവിഭവ വകുപ്പ് മന്ത്രിയെ അറിയിച്ചില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഡൽഹിയിലായിരുന്നപ്പോൾ ചീഫ് സെക്രട്ടറി ജയതിലക് ഫോൺ മുഖേന അദ്ദേഹവുമായി ചർച്ച ചെയ്താണ് ഈ ഉത്തരവ് ഇറക്കിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ വകുപ്പ് മന്ത്രിമാരുടെ താൽപര്യം അന്വേഷിക്കാത്ത ചീഫ് സെക്രട്ടറിയുടെ നടപടിയിൽ മന്ത്രിമാർക്ക് അമർഷമുണ്ട്. അവർ മുഖ്യമന്ത്രിയെ പരസ്യമായി കുറ്റം പറയുന്നില്ലെന്നേയുള്ളൂ. എന്നാൽ ആരോപണത്തിന്റെ അങ്ങേയറ്റത്ത് മുഖ്യമന്ത്രിയെയാണ് മന്ത്രിമാർ ലക്ഷ്യമിടുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാർക്ക് ലഭിച്ചിരുന്ന സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന രീതിയിലുള്ള നീക്കമാണിതെന്നും ഘടകകക്ഷികൾ സംശയിക്കുന്നു. ഭരണപരിചയമില്ല എന്നതാണ് മുഖ്യമന്ത്രി സതീശന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. ചീഫ് സെക്രട്ടറി പോലുള്ള ഉദ്യോഗസ്ഥർ വെളിച്ചപ്പാടുമാരാകുന്നത് ഇങ്ങനെയാണ്. തെറ്റായ ഉപദേശങ്ങൾ ഭരണപരിചയക്കുറവിൽ മുഖ്യമന്ത്രി കേൾക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രത്തൻ ഗേൽക്കറെ നിയമിച്ചത് ഘടകകക്ഷികൾക്കിടയിലും കോൺഗ്രസിനുള്ളിലും വലിയ ചർച്ചയായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം എന്നതാണ് പ്രധാന വിമർശനം. മുൻ സർക്കാർ കൊണ്ടുവന്ന ഭൂപതിവ് ചട്ടഭേദഗതി പുനർപരിശോധിക്കാനുള്ള നീക്കത്തിലും ചില സഭകൾക്കും നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. ഇതിന് പിന്നിൽ CPM-ന്റെ കള്ളക്കളി ഉണ്ടെന്ന് കരുതുന്ന മന്ത്രിമാർ സർക്കാരിലുണ്ട്. കാരണം ചീഫ് സെക്രട്ടറി പിണറായി വിജയന്റെ വിശ്വസ്തനാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന എല്ലാ കുഴപ്പങ്ങൾക്കും ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് പറയാറുണ്ട്. കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നിട്ടും ചീഫ് സെക്രട്ടറിയെ മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അതിന്റെ ഫലം അദ്ദേഹം അനുഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന നിരവധി നേതാക്കളുണ്ട്. ഈ വിഷയത്തിൽ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ വലിയ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. മന്ത്രിമാർ തങ്ങളുടെ പ്രതിഷേധം യോഗത്തിൽ നേരിട്ട് അറിയിച്ചേക്കും. സംസ്ഥാന ഭരണ തലപ്പത്ത് വലിയ മാറ്റങ്ങളാണ് ഈ പുതിയ ഉത്തരവിലൂടെ വന്നിരിക്കുന്നത്. നിലവിലെ GST വകുപ്പ് കമ്മീഷണറായ പാട്ടീൽ അജിത് ഭഗവത് റാവു IAS-നെ ധനകാര്യ വകുപ്പ് സെക്രട്ടറിയായി നിയമിച്ചു. ട്രാൻസ്പോർട്ട് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായ PB നൂഹ് IAS-നെയാണ് പുതിയ GST വകുപ്പ് കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ കളക്ടറായിരുന്ന K. ഇമ്പശേഖർ IAS ആണ് പുതിയ കേരള വാട്ടർ അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ. കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രൊജക്ടിന്റെ ജോയിന്റ് പ്രൊജക്ട് ഡയറക്ടറുടെ പൂർണ്ണ അധിക ചുമതലയും ഇദ്ദേഹത്തിനായിരിക്കും. കണ്ണൂർ കളക്ടറായിരുന്ന അരുൺ K. വിജയൻ IAS-നെയാണ് വ്യവസായ വകുപ്പ് ഡയറക്ടറായി നിയമിച്ചത്. ഈ നിയമനത്തിലാണ് പ്രധാനമായും വ്യവസായ മന്ത്രി അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് KSIDC മാനേജിംഗ് ഡയറക്ടറുടെ അധിക ചുമതലയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ കളക്ടറായിരുന്ന സ്നേഹിൽ കുമാർ സിംഗ് IAS-നെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറായി നിയമിച്ചു. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ പൂർണ്ണ അധികാര ചുമതലയും ഇദ്ദേഹം നിർവഹിക്കും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പല ജില്ലകളിലെയും കളക്ടർമാരെ മാറ്റിയപ്പോൾ അരുൺ K. വിജയനെ മാറ്റാൻ തയ്യാറായിരുന്നില്ല. കണ്ണൂരിലെ മുൻ ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസിൽ ഏറെ ആരോപണം
ആരോപണ വിധേയനായ കളക്ടറാണ് അരുൺ കെ വിജയൻ. അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ യാത്രയയപ്പ് യോഗത്തിൽ ADM നവീൻ ബാബുവിനെ അധിക്ഷേപിച്ചു കൊണ്ട് സംസാരിച്ചപ്പോൾ കേട്ടുനിന്ന കളക്ടർ എതിർത്തില്ലെന്നായിരുന്നു ആരോപണം. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും കുടുംബവും കളക്ടർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ മുഖ്യ ഭരണകക്ഷിയുടെ പിന്തുണയുള്ളതിനാൽ അദ്ദേഹം കസേരയിൽ തുടരുകയായിരുന്നു. ആത്മഹത്യ ചെയ്ത ADMനെതിരെ അന്വേഷണ കമ്മീഷന് മുമ്പിൽ കളക്ടർ മൊഴി നൽകിയെന്ന ആരോപണം ഉയർന്നിരുന്നു. അരുൺ കെ വിജയൻ കളക്ടറായി ചുമതലയേറ്റതിനു ശേഷം വിവാദങ്ങളാണ് ഏറെ ഉണ്ടായത്. ജീവനക്കാരിൽ നിന്നും കൃത്യമായി അകലം പാലിച്ച ജനങ്ങളോട് ഇടപഴകാൻ തയ്യാറാകാത്ത ബ്യൂറോക്രാറ്റ് ആയിരുന്നു അരുൺ കെ വിജയൻ എന്ന ആരോപണം ഉയർന്നിരുന്നു. മറ്റു പ്രധാന വകുപ്പ് തലപ്പത്തെ നിയമനങ്ങൾ പരിശോധിച്ചാൽ കൊല്ലം ജില്ലാ കളക്ടറായിരുന്ന ദേവിദാസ് N IASനെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടറായി നിയമിച്ചു. ഇംപാക്ട് കേരള ലിമിറ്റഡിന്റെ MD ചുമതലയും ഇദ്ദേഹം വഹിക്കും. പ്രവേശന പരീക്ഷാ കമ്മീഷണറായിരുന്ന അരുൺ S നായർ IASനെ സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടറായി നിയമിച്ചു. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് CEO, കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി CEO എന്നീ അധിക ചുമതലകളും ഇദ്ദേഹം വഹിക്കും. പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്ന പ്രേം കൃഷ്ണൻ IASനെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായും ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ചു. ആലപ്പുഴ സബ് കളക്ടറായിരുന്ന സമീർ കിഷൻ IASനെ വ്യവസായ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയായും ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ചു. കയർ വികസന വകുപ്പ് ഡയറക്ടറുടെ അധിക ചുമതലയും ഇദ്ദേഹത്തിനാണ്. വകുപ്പ് തലത്തെ മാറ്റങ്ങൾക്ക് പുറമെ സംസ്ഥാനത്തെ പ്രധാന ജില്ലകൾക്ക് പുതിയ കളക്ടർമാരെയും ഉത്തരവിലൂടെ നിയോഗിച്ചിട്ടുണ്ട്. പാലക്കാട് കളക്ടറായിരുന്ന മാധവിക്കുട്ടി MS IASനെ കോഴിക്കോട് ജില്ലാ കളക്ടറായും കില ഡയറക്ടറായിരുന്ന നിസാമുദ്ദീൻ IASനെ പത്തനംതിട്ട ജില്ലാ കളക്ടറായി നിയമിച്ചു. വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ആനി ജൂല തോമസ് IASനെ കൊല്ലം ജില്ലാ കളക്ടറായും കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറായിരുന്ന സുധീർ K IASനെ പാലക്കാട് ജില്ലാ കളക്ടറായും നിയമിച്ചിട്ടുണ്ട്. കൊച്ചി സ്മാർട്ട് മിഷൻ CEO ആയിരുന്ന ഷാജി V നായർ IAS ആണ് പുതിയ ആലപ്പുഴ ജില്ലാ കളക്ടർ. വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന വിഷ്ണുരാജ് P IASനെ കണ്ണൂർ ജില്ലാ കളക്ടറായി നിയമിച്ചു. പുതിയ കളക്ടർമാരായി നിയമിക്കപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ജോയിനിങ് ടൈം ആനുകൂല്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് 2026 മെയ് 25 തന്നെ അതത് ജില്ലകളിൽ നേരിട്ടെത്തി ചാർജ് എടുക്കണമെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതിയ UDF സർക്കാർ അധികാരമേറ്റ് ഭരണരംഗത്ത് അഴിച്ചുപണികൾക്ക് തുടക്കമിട്ടതിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്തെ IAS വൃത്തങ്ങളിലെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലും വൻ പുകിലുകൾക്ക് തിരികൊളുത്തി ചീഫ് സെക്രട്ടറി ജയതിലകിനെതിരെയുള്ള പുതിയ പെൻഷൻ വിവാദം. സർവീസിൽ നിന്നും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജയതിലകിനെ ചട്ടങ്ങൾ മറികടന്ന് മുൻകൂർ പെൻഷൻ അനുവദിച്ച മുൻ സർക്കാരിന്റെ നടപടി റദ്ദാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പുതിയ സർക്കാരിന് മുന്നിലെത്തിയിരിക്കുന്നത്. ജയതിലകിനെതിരെ മുമ്പും നിരവധി പരാതികൾ നിലവിലുണ്ടെന്നും അതെല്ലാം പുതിയ സർക്കാർ വിശദമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി VD സതീഷിന്റെ ഓഫീസ് സൂചന നൽകുന്നുണ്ടെങ്കിലും വിരമിക്കൽ ഘട്ടത്തിൽ കടുത്ത നടപടികളിലേക്ക് കടന്ന് ബ്യൂറോക്രൈസിയായി ഒരു പരസ്യ യുദ്ധത്തിന് മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ കുളത്തൂർ ജയസിംഗ് ആണ് മുഖ്യമന്ത്രി VD സതീഷിന് ഇത് സംബന്ധിച്ച് നേരിട്ട് പരാതി നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ വിരമിക്കുന്ന ദിവസത്തിലോ അല്ലെങ്കിൽ അതിന് തൊട്ട് പിറ്റേന്നോ മാത്രമാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിച്ച് പൊതുഭരണ വകുപ്പ് ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിക്കാറുള്ളത്. എന്നാൽ ജയതിലകിന്റെ കാര്യത്തിൽ പുതിയ UDF സർക്കാർ തീരുമാനമെടുക്കേണ്ട വിഷയത്തിൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിന്റെ അവസാന നാളുകളിൽ മുൻകൂട്ടി ഇടപെടുകയും ജയതിലക് സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് പെൻഷൻ ആനുകൂല്യം അനുവദിച്ച് ഉത്തരവിറക്കുകയുമായിരുന്നു. ഈ നടപടി പ്രസ്തുത മാനദണ്ഡങ്ങൾക്ക് പൂർണ്ണമായി വിരുദ്ധമാണെന്നും നിലവിലുള്ള ഭരണവ്യവസ്ഥിതിയെ അട്ടിമറിക്കുന്നതാണെന്നുമാണ് പരാതിയിലെ പ്രധാന ആക്ഷേപം. പുതിയ സർക്കാർ അധികാരമേറ്റ് കൃത്യം 1 മാസം തികയുന്ന ഘട്ടത്തിലാണ് നിലവിലെ ചീഫ് സെക്രട്ടറി ജയതിലക് വിരമിക്കുന്നത്. ജയതിലകിനെതിരെ ചട്ടലംഘനങ്ങളുടെയും ഭരണപരമായ ക്രമക്കേടുകളുടെയും നിരവധി പരാതികൾ പുതിയ സർക്കാരിന്റെ മുന്നിലുണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ വിരമിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു ചീഫ് സെക്രട്ടറിക്കെതിരെ പെൻഷൻ ഉത്തരവ് റദ്ദാക്കുന്നത് പോലുള്ള പെട്ടെന്നുള്ള കടുത്ത അച്ചടക്ക നടപടികളിലേക്ക് പോകാൻ മുഖ്യമന്ത്രി VD സതീഷിന് താല്പര്യമില്ലെന്നാണ് സൂചന. വിരമിക്കൽ ഘട്ടത്തിൽ ഇത്തരമൊരു നടപടി ഉണ്ടാക്കിയേക്കാവുന്ന ഭരണപരമായ പ്രതിസന്ധികളും നിയമപരമായ സങ്കീർണതകളും ഒഴിവാക്കാനാണ് സർക്കാർ താൽക്കാലികമായി ശ്രമിക്കുന്നത്. എങ്കിലും ജയതിലകിന് അനുവദിക്കപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അർഹതയുണ്ടോ എന്ന് വിരമിച്ച ശേഷവും പരിശോധിക്കാനുള്ള എല്ലാ പഴുതുകളും സർക്കാർ തുറന്നിടുന്നുണ്ട്.
ഈ വിഷയത്തിൽ പുതിയ സർക്കാരിന് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് കേരളത്തിലെ IAS ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെയുള്ള ശക്തമായ ചേരിതിരിവാണ്. ജയതിലകനെതിരെ IASകാരിലെ ഒരു പ്രമുഖ വിഭാഗം അതിശക്തമായി രംഗത്തുണ്ട്. മുൻ ഭരണകാലത്ത് തങ്ങളെ ഒതുക്കാനും വേട്ടയാടാനും ജയതിലക് അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ നിര ഉദ്യോഗസ്ഥർ പുതിയ ആഭ്യന്തര വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും മുഖ്യമന്ത്രി VD സതീഷിനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ചട്ടവിരുദ്ധമായി പെൻഷൻ ഓർഡർ വാങ്ങിയ നടപടിയിലൂടെ ജയതിലക് പുതിയ സർക്കാരിനെ പോലും വെല്ലുവിളിച്ചിരിക്കുകയാണെന്നാണ് ഈ ഉദ്യോഗസ്ഥരുടെ വാദം. അതുകൊണ്ട് തന്നെ ഈ പരാതി വെറുതെ തള്ളിക്കളയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കില്ല. ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ ബ്യൂറോക്രസിയിൽ പൂർണ്ണമായ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന VD സതീഷിന്റെ രാഷ്ട്രീയ നിലപാട് ഈ കേസിൽ നിർണായകമാകും. മുൻ സർക്കാരിന്റെ വിശ്വസ്തനായിരുന്ന ജയതിലകിനോട് മൃദു സമീപനം കാണിച്ചാൽ അത് കോൺഗ്രസ് അനുകൂലികളായ ഉദ്യോഗസ്ഥർക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന ഭയം സർക്കാരിനുണ്ട്. അതിനാൽ പരാതി തള്ളിക്കളയാതെ കൃത്യമായ ശാസ്ത്രീയ നിയമ പരിശോധനയ്ക്ക് വിടാനായിരിക്കും മുഖ്യമന്ത്രിയുടെ തീരുമാനം. ജയതിലകിനെതിരെ നിലവിലുള്ള മറ്റ് വിജിലൻസ് പരാതികൾ കൂടി ഇതിനൊപ്പം പരിശോധിക്കപ്പെടുന്നതോടെ വിരമിച്ച ശേഷവും മുൻ ചീഫ് സെക്രട്ടറിക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും കൈപ്പറ്റാൻ നിയമപരമായ കടമ്പകൾ ഏറെ കടക്കേണ്ടി വരും. അതായത് മുഖ്യമന്ത്രിയുടെ ഭാവി കൂടുതൽ ദുരിതപൂർണമാകാൻ സാധ്യതയുണ്ട്.